ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തിൽ കൊച്ചി നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞി കാർ. ദുബായ് രജിസ്ട്രേഷൻ നമ്പറുള്ള കാറിനെ കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. സൈലൻസറിലൂടെ തീയും പുകയും ശബ്ദവും പുറത്തേക്ക് തള്ളിയാണ് കാർ പാഞ്ഞത്. വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ തീയും പുകയും ഒക്കെ തുപ്പുന്ന വ്യാളിയെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കാറുകളൊക്കെ ഇടയ്ക്കൊരു ഫാഷൻ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾ നടക്കുന്നു എന്നതിന്റെ പച്ചയായ തെളിവാണ് ഇത്. കണ്ടെത്താനാവോ? ഈ ഗതാഗത വകുപ്പ് അന്വേഷണം ആരംഭിച്ചു എന്നാണ്. ഏതെങ്കിലുമൊക്കെ വൻ തോക്കുകളാണ് എങ്കിൽ ഈ അന്വേഷണം എവിടെ എത്തും എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി ഭാഗത്ത് ഈ കാറ് ചെറുപ്പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആളുകൾ കൂടുന്ന ഘട്ടത്തിൽ ഈ കാറിന്റെ സൈലൻസറിലൂടെ വെടിവയ്പ് ശബ്ദം, അതോടൊപ്പം തന്നെ തീ പുറത്തേക്ക് തുപ്പുന്നു, കൂടാതെ വലിയ ശബ്ദം ഉണ്ടാക്കുന്നു. ഇത് ഉൾപ്പെടെയുള്ള രീതിയിലാണ് ഈ കാറ് പായുന്നത്. ദുബായ് രജിസ്ട്രേഷനുള്ള വാഹനമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സൗണ്ട് പൊല്യൂഷൻ അത് ഇതിന്റെ വയലേഷൻ ആംഗിളിൽ വരുന്നതാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഓൾട്രേഷൻ നടപടികൾ അതും ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. എന്തായാലും മോത്തി സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണം ചെന്നെത്തുമ്പോൾ അത് എവിടെയൊക്കെ ആയിരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്ത് പ്രചരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ ചില വയലേഷൻ ഉണ്ട് എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. അങ്ങനെ ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ കാറ് ഇവിടേക്ക് എത്തിയത്, ഈ കാർ ഇങ്ങനെ പായാനുണ്ടായിട്ടുള്ള സാഹചര്യം, മാത്രമല്ല ഇതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഘടിപ്പിച്ച് പോകുന്നത് ഒരു തരത്തിലും പൊതുനിരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു വകുപ്പ് ഇതിനകത്ത് ഉണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല നേരത്തെ മുൻപ് ഹൈക്കോടതി അടക്കം വിവിധ അന്വേഷണ ഏജൻസികളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങളിലെ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലടക്കം നടപടിയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ദുബായ് രജിസ്ട്രേഷൻ വാഹനം ഏത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ശരി.